പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് വരുന്ന ജന്മം. എന്താ വെച്ചാൽ നമ്മുടെ തോട്ടിന് അത്രയും പവറുണ്ട്. അതിന് എനർജി കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? കാന്തത്തെ പോലെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. ഈ സൃഷ്ടിച്ചത് നമ്മുടെ സോൾ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ സൃഷ്ടിയുടെ ഒപ്പം അതിന്റെ കോൺസിക്വൻസസും വരും. കോൺസിക്വൻസസിനെ കുറിച്ചിട്ട് ഒരു വ്യക്തിയും ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി പറഞ്ഞു തരില്ല. നിനക്ക് അർഹതപ്പെട്ടത് അതാത് സമയം നീ ഒരു പ്രയത്നവും ചെയ്യാതെ നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കും. ഒരു ആത്മജ്ഞാനി ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യണമെന്ന് പറയൂല. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് ഗുണത്തെക്കാൾ അധികം അനർത്ഥങ്ങളാണ് ഉണ്ടാവുക. ഈ മന്ത്രങ്ങൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. മന്ത്രങ്ങൾക്ക് ആരും പറഞ്ഞു ശക്തിയില്ല, ഒരുപാട് ശക്തിയുണ്ട് മോളെ. എല്ലാവരും മന്ത്രം ജപിക്കുന്നുണ്ട്. പക്ഷെ ഈ ജപിക്കുന്ന വ്യക്തി ത്രികരണ ശുദ്ധിയുള്ള ആളാണ്. ഈ മന്ത്രം ജപിക്കുന്ന നാവ് കൊണ്ട് നുണ പറയുന്നുണ്ടോ? മന്ത്രിക്കുമ്പോൾ മാത്രം അതിനൊരു പ്രാധാന്യതയുണ്ട്. ആ നാവ് കൊണ്ട് പ്രാണൻ പോയാലും നുണ പറയരുത്. മന്ത്രത്തിന് ശക്തിയുണ്ട്. മന്ത്രം ജപിക്കുന്നവനിൽ ശുദ്ധിയില്ലെങ്കിൽ ആ മന്ത്രത്തിന് ശക്തിയില്ല. അബാക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സീമാജിയാണ്. സീമാജി നമസ്കാരം. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതില്. ഞാൻ വീഡിയോസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചാണ് എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റണം, സംസാരിക്കാൻ പറ്റണം എന്നൊക്കെ. ഒരുപാട് സന്തോഷം. അപ്പോ എന്റെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണ് ഞാൻ ഇന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് നമ്മള് കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് റീൽസ് ഒക്കെ കാണാറുണ്ട്. മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ, അല്ലെങ്കിൽ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്? നല്ല ചോദ്യം. അപ്പോൾ ഇപ്പൊ മോള് പറഞ്ഞതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ആഗ്രഹ സാധ്യത്തിന് വേണ്ടി മാത്രം ഒതുക്കി തീർത്തു കുറച്ചു പേര്. ഓക്കെ, എന്താ വെച്ചാൽ ഇതിനെ ഒരു ബിസിനസ് വൽക്കരിച്ചു. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആകർഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് അതിസഹജമായി ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന, അതായത് പക്ഷെ ഈ മനുഷ്യൻ എപ്പോഴും മനസ്സുകൊണ്ട് ജീവിക്കുന്നവൻ ആര് കണ്ണ? മനുഷ്യൻ. അപ്പൊ ഈ മനസ്സിൽ എന്ന് പറയുന്നത് പരിമിതമായിട്ടുള്ള വിശ്വാസങ്ങളല്ല, അപരിമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ എല്ലാം നിറഞ്ഞതാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ അതുമായിട്ട് കൂട്ടിയിണക്കിയിട്ട് ബിസിനസ് വൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ ഇതിനെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ആകർഷണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. നമ്മളുടെ ജീവിതത്തിൽ ഓൾറെഡി ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ സോള് ഈ ഭൂമിയിൽ ജന്മം എടുക്കുമ്പോൾ തന്നെ ആ സോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഈ ജീവിതത്തിൽ എപ്പോ, എങ്ങനെ, എവിടെ, എന്ത് സംഭവിക്കണം, അത് ഏത് അനുഭവങ്ങൾ വരണം എന്നെല്ലാം പൂർവ്വജന്മ കർമാനുസാരം പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് വരുന്ന ജന്മം. അതായത് ഇപ്പോൾ ഉള്ള ഈ ഒരു ജന്മത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓൾറെഡി സിനിമ സംവിധാനം ചെയ്ത് ഡയറക്റ്റ് ചെയ്തിട്ട് ഓൾറെഡി സിനിമ ഹാളിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുക. ഇനി അതിൽ എനിക്ക് ആ സീൻ ഇഷ്ടമായില്ല, അല്ലെങ്കിൽ എനിക്ക് പുതിയ അത് വേണം എന്ന് പറഞ്ഞാൽ അതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് വെച്ചാൽ ഓൾറെഡി പ്ലേ ആയോ ഇല്ലയോ? നമ്മൾ ഈ ലൈഫ് എന്നുള്ള ഓൾറെഡി ഡിസൈൻ ചെയ്തപ്പോ ബിഫോർ ബർത്ത്, ഈ ബർത്തിന് ബിഫോർ ആയിട്ട് തന്നെ അത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് സാഹസം നിറഞ്ഞ ഡയറൻഡേഷ് സോള് ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ, അതേപോലെ തന്നെ അനുകൂലമായിട്ടുള്ളത്, കംഫർട്ട് ആയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ തൻ്റെ ആധ്യാത്മിക പരിണാമം, തൻ്റെ ആത്മ ചൈതന്യ മഹാവിസ്തരണ ഏത് അനുഭവങ്ങളിലൂടെ എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഈ ഭൂമി എന്ന് പറയുന്നത് മായാഭൂമിയല്ല. ഈ പ്ലാനിങ് എല്ലാം എവിടെ മറന്നു? മായാഭൂമിയിൽ വന്നതിന് ശേഷം ഈ ഒരു മനുഷ്യൻ മറന്നുപോയി എന്താണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്, എന്താണ് നമ്മൾ ഈ ഒരു നമ്മുടെ വാസ്തവത്തെ എങ്ങനെയാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തതെന്നൊക്കെ മറന്നുപോയിട്ട് നമ്മൾ മായയിൽ പെട്ടിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ സൃഷ്ടിക്കാം എന്ന് പറയും. ശരിക്കും സൃഷ്ടിക്കാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മുടെ തോട്ടിന് അത്രയും പവറുണ്ട്. യൂണിവേഴ്സിൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട് മോളെ. അതിനൊന്ന് ട്യൂൺ ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്താൽ മതി. അതായത് നമ്മളുടെ ഫ്രീക്വൻസീസ് ഉണ്ടല്ലോ, നമ്മളുടെ ആഗ്രഹത്തിന്റെ തീവ്രമായിട്ടുള്ള, അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതൊന്ന് ഊഹിച്ച് വിഷ്വലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞ് അതിന് എനർജി കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? കാന്തത്തെ പോലെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും, നോ ഡൗട്ട്. പക്ഷെ ഇത് സോൾ പ്ലാൻ ചെയ്തതാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിവ് എത്ര പേർക്കുണ്ട്? ആത്മജ്ഞാനികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അജ്ഞാനം എന്ന് പറയുമ്പോൾ അജ്ഞാനികൾ എന്ന് അവരെ വിളിക്കുമ്പോൾ അവർക്ക് വേദന വരും, ദേഷ്യം വരും. പക്ഷെ അവരുടെ സ്ഥിതിക്ക് അവർക്ക് അത്രേ അറിയുള്ളൂ. എന്ത് വേണമെങ്കിൽ സൃഷ്ടിക്കാന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിച്ചത് നമ്മുടെ സോൾ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ സൃഷ്ടിയുടെ ഒപ്പം അതിന്റെ കോൺസിക്വൻസസും വരും. ഇപ്പൊ ഒരുപാട് പണം സമ്പാദിക്കണം എന്ന് പറഞ്ഞാൽ ഈ പണത്തിന്റെ ഒപ്പം ചില ഫീച്ചേഴ്സ് ഉണ്ടാവും.
അധികം, അതായത് നമുക്ക് അർഹതപ്പെടാത്തതിനെ നമ്മൾ ഫലമായിട്ട് സൃഷ്ടിക്കുമ്പോൾ അതിന്റെ ചില ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ ഒരു പണം വന്നതുകൊണ്ട് തന്നെ മക്കൾ നഷ്ടപ്പെടാം, മക്കളെല്ലാവരും കൂടി തല്ലൂടിയിട്ട് പിരിയാം, അല്ലെങ്കിൽ ആ പണം കാരണം കൊല്ലപ്പെടാം, അല്ലെങ്കിൽ ആ പണം കാരണം നമുക്ക് സമാധാനമേ നഷ്ടപ്പെടാം. അതായത് നമുക്ക് നിർബന്ധിച്ച് വരുത്താൻ പറ്റുമോ? പറ്റും, പക്ഷെ അതിന്റെ ഒപ്പം ഇതിന്റെ കോൺസിക്വൻസസ് ആൾസോ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷെ ഈ കോൺസിക്വൻസസിനെ കുറിച്ചിട്ട് ഒരു വ്യക്തിയും ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി പറഞ്ഞു തരില്ല. ഓൾറെഡി നിന്റെ സോൾ പ്ലാൻ ചെയ്തിട്ട് നിന്റെ ലൈഫിനെ വെരി വെൽ ഫാന്റാസ്റ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഉള്ളിൽ ഇതിനെ കുത്തിച്ച് കയറ്റാൻ പറ്റില്ല. കയറ്റി കഴിഞ്ഞാൽ ഈ വെല്ലായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതിനെ ഡിസ്റ്റർബ് ആവും. നിനക്ക് അർഹതപ്പെട്ടത് അതാത് സമയം നീ ഒരു പ്രയത്നവും ചെയ്യാതെ നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കും. അത് അതിസഹജമായി നേച്ചർ ഫ്ലോ എന്നുള്ളത് സംഭവിക്കും. എന്നുവെച്ചാൽ നീ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് അർഹത നിനക്കുണ്ടെങ്കിൽ അത് നിന്നെ തേടി വരും. ഈ അർഹത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അതിന്റെ അറിയേണ്ട ആവശ്യമില്ല. ചിലവര് കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ട, വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഓടി എത്തിയിട്ട് കല്യാണം കഴിച്ചു പോവും. ചിലവര് കല്യാണത്തിന് എല്ലാ 101 പവന്റെ പണ്ടം റെഡിയാക്കി വെച്ചാലും കല്യാണം കഴിയില്ല. എല്ലാം റെഡിയാക്കി ഇരിക്കുമ്പോഴും എന്തുകൊണ്ടാ? സോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഏത് കർമാനുസാരമാണ് വിവാഹം കഴിയാത്തതിന്റെ എക്സ്പീരിയൻസ്? മനസ്സിലായോ? ഇത് തന്നെ ഇപ്പൊ ഈ ഒരു കാര്യം പറയാം. അപ്പൊ വിവാഹം എന്നുള്ള അനുഭവത്തെ ഈ ജന്മത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഞാൻ കൊണ്ടുവന്നിട്ടില്ല വിചാരിക്കാം. പക്ഷെ എൻ്റെ പാരൻസ് സമ്മതിക്കാതെ എനിക്കും അതെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിനെല്ലാം പ്രിപ്പയർ ആയിട്ട് ഇതൊന്ന് കല്യാണം കഴിച്ച് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ ശരിക്കും അതെ ഏതെങ്കിലും ഈ വീട്ടിൽ നിന്ന് കടന്നു പോയാൽ മതി, ഈ ചെക്കൻ ഇത് കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് ഏത് ഫ്രീക്വൻസിയാ? എങ്ങനെങ്കിലും ഒന്ന് കെട്ടിച്ചു വിട്ടാൽ മതി, ആരെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ മതി, എങ്ങനെങ്കിലും ഒന്ന് കല്യാണം നടന്നാൽ മതി. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയാണ്, ഫലമായിട്ട് പൂജകൾ ചെയ്യാണ്, അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ പ്രയത്നിച്ച് പണം ചെലവാക്കിക്കൊണ്ടിരിക്കാവുമ്പോൾ ഏത് ഫ്രീക്വൻസിയെ കണക്ട് ആവുക? നമ്മളുടെ സോൾ പ്ലാനിലില്ലാത്തത് അത് മതി നമ്മുടെ ജീവിതം നശിക്കാൻ. അപ്പൊ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള കുട്ടികൾ ഉണ്ടാവരുത്, കുട്ടികൾ ഉണ്ടാവാത്ത ഒരു ജന്മമാണ് എനിക്ക് വേണ്ടത്. അതായത് കുട്ടികൾ ഇല്ലാത്തതിന്റെ വേദന എന്താണ്? പൂർവ്വജന്മത്തിൽ കുഞ്ഞുങ്ങളാൽ ഒരുപാട് ദ്രോഹം അനുഭവിച്ചവർ കുട്ടികളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വരും. സുഖമായിട്ട് ഞാൻ നിന്റെ കുട്ടി, നീ എന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭാര്യ ഭർത്താവ് നമ്മൾ മതി, നമ്മള് സുഖം, നീ എന്റെ ഞാൻ നിന്റെ എന്ന് പറഞ്ഞിട്ട് ജീവിക്കും. ചിലവർ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് പെയിൻ, കരഞ്ഞുകൊണ്ടിരിക്കും. ഉരുളി കമത്തുമ്പോൾ അല്ലെങ്കിൽ പൂജകൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ഓപ്പറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡോക്ടർക്ക് പൈസ കൊണ്ടേ കൊടുക്കും. പക്ഷെ ഈ കുഞ്ഞില്ലാത്തതിന്റെ വേദന, പെയിൻ അനുഭവിക്കുന്നവര് പെയിൻ കൊടുത്തവരാണ് ബേബി. കുഞ്ഞുങ്ങൾക്ക് സംബന്ധിച്ചിട്ടുള്ള പെയിൻ കൊടുത്തവരാരോ അവർ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ പെയിൻ അനുഭവിക്കണം. മറ്റു കുട്ടികളെ കാണുമ്പോൾ ആ പെയിൻ നീറി ആ കർമ്മം അത് ഒരു ജന്മം കൊണ്ടൊന്നും തീരില്ല. ഒരുപാട് ജന്മങ്ങൾ അനുഭവിക്കുമ്പോഴാണ് മറ്റു മാതാപിതാക്കൾക്ക് കൊടുത്ത അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ വേദനിപ്പിച്ചതിന്റെ ദുഃഖം സ്വാനുഭവത്തിൽ കൊണ്ടുവരണം. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് വിചാരിക്കും? ഇത് എന്റെ അനുഭവമാണ്, ഈ കണ്ണീരിലൂടെ ഞാൻ കഴുകിക്കളയേണ്ട കർമ്മമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്, ഇതെന്റെ സോൾ ഡിസൈൻ ചെയ്തിട്ടുള്ള കർമ്മ പ്രക്ഷാളനയുടെ ഒരു ഭാഗം മാത്രമാണിത് എന്നുള്ള തിരിച്ചറിവ് പറഞ്ഞു കൊടുക്കാൻ ആചാര്യന്മാർക്കോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കോ ഡോക്ടേഴ്സിനോ അറിയാത്ത കാരണം ഇവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യും. ആ പണം നമ്മൾ ഓരോ രൂപ ഈ കുഞ്ഞില്ലാത്തതിന് വേണ്ടി, കുഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ രൂപ ചെലവഴിക്കുന്നതും കുഞ്ഞുങ്ങൾ, ശിശുക്കൾ, അവരെ നോക്കാൻ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടാവും, കുട്ടികളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ചികിത്സിക്കാൻ കഴിവില്ലാത്ത ആ ഒരു ചാരിറ്റി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ് ഇവർ വേണ്ടത്. അപ്പൊ ആ പൂർവ്വജന്മം കുഞ്ഞുങ്ങൾക്ക് ചെയ്ത വേദന ഈ ജന്മത്തിൽ ഈ പൈസ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ കർമ്മ പ്രക്ഷാളനാവും. വേദനിച്ച് കണ്ണീരോടുകൂടി കരഞ്ഞ് പ്രക്ഷാളനാവും. പക്ഷെ ഇവരെന്ത് ചെയ്യും? കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ദത്തെടുക്കാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ചെയ്യും. അങ്ങനെ ഉണ്ടായ കുഞ്ഞ് ഇവരുടെ ജീവിതം തന്നെ സമാധാനം എന്നുള്ളത് ഇല്ലാണ്ടാവും. സമാധാനം ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കേണ്ടി വരും. പിന്നെ ഇവരുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഉണ്ടാവില്ല. ആ കുഞ്ഞ്, അതായത് ഏത് സോളിനെയാണ് ആകർഷിക്കുന്നത് ഈ ഫ്രീക്വൻസീസ് എന്ന് അറിയില്ല. ആകർഷണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യത്തിനും ഇത് ബാധിക്കും ഈ നിയമം. പക്ഷെ ഇതിനെ ചുരുക്കി കളഞ്ഞു. പിന്നെ ഈ ആകർഷണം എന്ന് പറഞ്ഞാൽ ഞാൻ മോളുടെ കാര്യത്തിൽ, അതായത് മോള് ശരിയല്ല, മോളുടെ ക്യാരക്ടർ ശരിയല്ല, അല്ലെങ്കിൽ മോൾക്ക് വേറെ ഒരുപാട് ബാഡ് ക്വാളിറ്റീസ് ഉണ്ട് എന്ന് ഞാൻ ഇങ്ങനെ ഞാൻ പറയാ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള വ്യക്തികളെ ആകർഷിച്ചത്. കട്ടവനാണ് കളവറിയോ, വ്യഭിചരിച്ചവനാണ് വ്യഭിചരിക്കാൻ പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഈസി ആയിട്ട് അറിയാം. അതിന്റെ സുഖം അനുഭവിക്കുന്നവന് അതിനുള്ള എല്ലാ സിറ്റുവേഷൻസിനും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം നീക്കി വെക്കുന്നവനാണ് ആരെന്ത് മൂവ്മെന്റ് ചെയ്യുന്നത് അതായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റും.
അപ്പൊ എല്ലാത്തിനെയും സംബന്ധിക്കുന്ന മോളെ ആകർഷണം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒരാളെ ചതിക്കണം അല്ലെങ്കിൽ ഒരാളെ പറ്റിക്കണം, ഒരാളെ വഞ്ചിക്കണം, ഒരാളെ പീഡിപ്പിക്കണം, ഒരാളെ വേദനിപ്പിക്കണം എന്ന് ഞാൻ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്നെ ചതിക്കാനുള്ള, എന്നെ വഞ്ചിക്കാനുള്ള വ്യക്തിയെയും സിറ്റുവേഷൻസിനെയും പരിസ്ഥിതികളെയും സന്ദർഭങ്ങളെയും ഒക്കെ ഞാൻ ആകർഷിച്ചു കഴിഞ്ഞു എന്നർത്ഥം. ഞാൻ മോളോട് ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശരിയല്ല പെൺകുട്ടി അതാണ് ഇതാണെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എന്നെ കുറിച്ച് ഒന്നിന് പകരം 10 ആൾക്കാര് എന്നെ വിമർശിക്കുവാനുള്ള സിറ്റുവേഷൻസിനെ ഞാൻ ഓൾറെഡി ആകർഷിച്ചു കഴിഞ്ഞു. എന്നുവെച്ചാൽ വിശ്വത്തിലുള്ള എനർജീസ് എന്ന് പറയുന്നത് നമ്മുടെ വേർഡ്സ്, നമ്മുടെ തോട്ട്സ്, ഇതൊക്കെ അത്രയും ഏത് ഗുണങ്ങളാണോ നമ്മൾക്കുള്ള അതേ ഫ്രീക്വൻസി ആയിട്ട് കണക്ട് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ ഒരു ആകർഷണ സിദ്ധാന്തത്തിന്റെ മഹാവ്യാപ്തിയെ കുറിച്ചിട്ട് ABCD അറിയാതെ ഇതിനെക്കുറിച്ചിട്ട് ഇതിന്റെ വിശ്വരൂപം പറഞ്ഞു കൊടുക്കണം. ഓൾറെഡി നിന്റെ സോൾ പ്ലാൻ ചെയ്തത് പോലെ നടക്കുള്ളൂ. നീ സെപ്പറേറ്റ് ആയിട്ട് ആകർഷിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം തന്നെ താറുമാറാക്കി കളയും. നിനക്ക് മനസ്സിലാവില്ല ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി, ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു സ്ഥലത്ത് ട്രാൻസ്ഫർ ആയി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സാലറി കിട്ടി, പക്ഷെ നിനക്ക് സമാധാനം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ നിന്നെ ബാധിക്കുന്നു, ഏതൊക്കെ ദുരിതങ്ങൾ നിന്ന് വന്നു ഫോക്കസ് ചെയ്യില്ല മോളെ. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലഭിച്ചു, പക്ഷെ അതിൻ്റെ ഒപ്പം വന്നിട്ടുള്ള ചിലതുണ്ടാവും, അതിൻ്റെ ഒപ്പം നിന്നിലേക്ക് എത്തിച്ചേർന്നത് പലതും ഉണ്ടാവും. അതുകൊണ്ടാണ് ഒന്നിനെയും ബലമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കരുത്. അതിസഹജമായി സംഭവിക്കുന്നതിനെ സംഭവിക്കുവാൻ അനുവദിക്കുക, സംഭവിക്കുന്നതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് നിയമം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ട നിയമം എന്താണ്? ഓൾറെഡി പ്ലാൻ ചെയ്തു വന്നു. സിനിമ നമ്മൾ പ്ലേ ആയി തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുക. സാക്ഷിയെ പോലെ ഇങ്ങനെയൊക്കെയാണോ, ഓക്കെ യെസ് അങ്ങനെ പാടൂ, മനസ്സിലായി? അപ്പൊ ഈ ആകർഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയാ. അത്രയും അയസ്കാന്തത്തെ പോലെ ആകർഷിക്കാനുള്ള ശക്തി ഓരോ മനുഷ്യന്റെയും തോട്ട്സിനുണ്ട്. ഓരോ മനുഷ്യനും സൃഷ്ടികർത്താക്കളാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തെയും ശാന്തിയും തകർക്കുന്നതാണോ, ഉള്ള സ്ഥിതിയിൽ നിന്ന് ഉന്നത സ്ഥിതിയിലേക്ക് ഉയർത്തുന്നതാണുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള നോളജ് നമ്മൾ കൊടുക്കാതെ ഒരിക്കലും ഈ കാര്യം പറയരുത്. ശരി, നിനക്ക് വേണ്ടതൊക്കെ ആഗ്രഹിച്ചു, പക്ഷെ അതിന്റെ കോൺസിക്വൻസസും കൂടി ഉണ്ടാവും. അതും കൂടി നേരിടാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ഇഷ്ടം എന്ന് പറയണം. പക്ഷെ അതൊരു സബ്ജക്റ്റ് ആയിട്ട് ഇതൊരു വലിയ മഹാകാര്യമായിട്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളതിനെ കാണുക മോളെ, നമ്മളത് സംഭവിച്ചതായിട്ട് കാണുകയാണ്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ അത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അത് ആവശ്യമാണ്. അതായത് ആത്മസ്ഥിതിയിൽ ഔന്നത്യം സമ്പാദിക്കാത്തവർക്ക് സഹജമായി സംഭവിക്കുന്നത് വരുമ്പോൾ വരട്ടെ, കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, അർഹതയുണ്ടെങ്കിൽ നമ്മളെ തേടി വരും, നമ്മുടെ പേര് എഴുതി വെച്ച് തട്ടിത്തടഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും, ഇല്ലേ? നമ്മുടെ അഡ്രസ്സ് നമ്മുടെ പേര് എഴുതി വെച്ച് നമ്മൾ വേറെ എവിടേക്കും പോവില്ലേ അത്. പക്ഷെ അതിനുള്ള സഹനം ഉണ്ടാവില്ല. എനിക്ക് പെട്ടെന്ന് കിട്ടണം എന്നുള്ള ആത്മസ്ഥിതിയിലുള്ളവർക്ക് ആധ്യാത്മികത പറഞ്ഞാൽ മനസ്സിലാവോ? സഹജമായി സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരും എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവരെന്ത് ചെയ്യും? പെട്ടെന്ന് കിട്ടണം, കിട്ടിയേ തീരും, അതിനുവേണ്ടി പ്രയത്നിക്കും. തല പോയാലും 600 ആയാലും അവര് സമ്മതിക്കില്ല, എനിക്കിത് കിട്ടണം. അവർ ഭയങ്കര പിടിവാശിയായിരിക്കും, അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ആ സൃഷ്ടിച്ചതും കൊണ്ട് അവർ ഹാപ്പി ആണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പോലും അറിയില്ല മോളെ. ഇത് ആർക്കാ മനസ്സിലാവുക? സൂക്ഷ്മജ്ഞാനങ്ങൾ ഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും. അത് റോങ് വേലാണ്. അത് വിശ്വ നിയമങ്ങൾക്ക് എതിരാണ് ലാ ഓഫ് അട്രാക്ഷൻ. ഒരു ആത്മജ്ഞാനി ഒരിക്കലും ലാ ഓഫ് അട്രാക്ഷൻ ചെയ്യൂല, ചെയ്യണമെന്ന് പറയൂല. അത് ആത്മജ്ഞാനം അശേഷമില്ലാത്തവർക്ക്. ഭൗതികതയാണ് ആ മായ, അതായത് ഭൗതികതയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എൻ്റെ ശരീരമാണ് അല്ലെങ്കിൽ ഈ ജീവിതമാണ്, ഈ ഒരു ഭൗതിക ജീവിതമാണ് ഏറ്റവും വിശിഷ്ടത എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് വർത്തിക്കും. അവർ ഇത് ചെയ്യുകയും ചെയ്യും. അവരോട് ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് ചെവിക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ലാ ഓഫ് അട്രാക്ഷൻ കൊണ്ട് ഗുണത്തെക്കാൾ അധികം ഗുണം 1% ആണെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ 100% നമുക്ക് അനർത്ഥങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാൻ ആ സ്ഥിതിയിലുള്ളവർക്ക് ഹാപ്പിയാണ് മോളെ. ബാക്കിയൊന്നും അവര് അംഗീകരിക്കാൻ തയ്യാറല്ല. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, എനിക്കത് കിട്ടിയോ ഇല്ലയോ, അങ്ങനെയുള്ളവർക്ക് ഇത് കറക്റ്റ്. പക്ഷെ ഉന്നത സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഈ അതിസഹജത്വം, ആ നാച്ചുറൽ പ്രോസസ്സിനെ അംഗീകരിക്കുന്നവർക്ക്, അതിനെ മനസ്സിലാക്കിയവർ ഒരിക്കലും ലാ ഓഫ് അട്രാക്ഷൻ ചെയ്യില്ല. ഇതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു മന്ത്രങ്ങള്. ഈ മന്ത്രങ്ങൾക്ക് ഒരുപാട് ശക്തി ഉണ്ടോ? ഉണ്ടല്ലോ. മന്ത്രങ്ങൾക്ക് ആരും പറഞ്ഞു ശക്തിയില്ല, ഒരുപാട് ശക്തിയുണ്ട് മോളെ. എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാരതീയ സംസ്കാരമാവട്ടെ, അല്ലെങ്കിൽ സനാതന സമ്പ്രദായങ്ങളാവട്ടെ, അപ്പൊ അതിലൊക്കെ മന്ത്രത്തിന് ശക്തിയും മന്ത്രസിദ്ധിയും അതൊക്കെ സാധിച്ചവരാണ് മഹാമുനീശ്വരന്മാര്, ഋഷിവര്യന്മാര്, ഇല്ലേ? ബ്രഹ്മർഷിമാര്, താപസന്മാര്, സന്യാസിമാരൊക്കെ ഈ മന്ത്രസാധന ചെയ്തവരാണ്. പക്ഷെ അന്ന് അതിപ്പോ രാവണ രാക്ഷസനാണെങ്കിൽ പോലും മന്ത്രസിദ്ധിയിലൂടെ ശിവനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ശക്തി എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ദുർവിനിയോഗം ചെയ്തു.
കംപ്ലീറ്റ് രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കാനായിട്ട് വിനിയോഗിച്ചത്. കാരണം അങ്ങനെ ഒരു മരണം വേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരു ബ്രഹ്മജ്ഞാനെ അത്രയും തപസ് ചെയ്ത് അതിനെ സദ്വിനിയോഗം ചെയ്യുകയാണെങ്കിൽ എത്രയോ ദിവ്യമായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ മന്ത്രം ജപിക്കുന്നവൻ ശുദ്ധിയുണ്ടോ? എല്ലാവരും മന്ത്രം ജപിക്കുന്നുണ്ട്. ഏതൊരു ഗുരുവിന്റെ അടുത്ത് പോയാലും ഈ മന്ത്രം ജപിക്ക് അല്ലെങ്കിൽ അന്ന് പറയും. പക്ഷെ ഈ ജപിക്കുന്ന വ്യക്തി ത്രികരണ ശുദ്ധിയുള്ള ആളാണോ? ഈ മന്ത്രം ജപിക്കുന്ന നാവ് കൊണ്ട് നുണ പറയുന്നുണ്ടോ? മറ്റുള്ളവരെ വിമർശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയാനുള്ള ആസക്തിയുള്ള വ്യക്തിയാണെങ്കിൽ ഈ മന്ത്രം ജപിച്ചിട്ട് എന്താ കാര്യം? ഇതേ നാവ് കൊണ്ടാണ് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ അവിടെ എനർജി വിഘടനമാണ്. മന്ത്രിക്കുമ്പോൾ മാത്രം അതിനൊരു പ്രാധാന്യതയുണ്ട്. ആ നാവ് കൊണ്ട് പ്രാണൻ പോയാലും നുണ പറയരുത്. മന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തി നുണ പറയരുത്, മറ്റുള്ളവരുടെ കുറ്റം പറയരുത്, മറ്റുള്ളവരെ വിമർശിക്കരുത്, അവാസ്തവങ്ങളും അസത്യങ്ങളും പറഞ്ഞു പോകരുത്. പിന്നെ ആ നാവ് കൊണ്ട് നമ്മൾ ഹിംസാത്മകമായിട്ടുള്ള ഫുഡ് കഴിക്കരുത്. നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തി മന്ത്രം ജപിക്കാൻ പോലും അർഹതയില്ല. എന്താ വെച്ചാൽ മന്ത്രത്തിന് അത്രയും പവർ ഉണ്ട്. പക്ഷെ സിദ്ധിക്കവനിൽ, ഇത് മന്ത്രം ജപിക്കുന്നവനിൽ അവന് സിദ്ധിക്കാത്തത് എന്തുകൊണ്ടാ? മന്ത്രം ജപിച്ചിട്ട് അവന് ഒരു സിദ്ധിയും വരാത്തോ അല്ലെങ്കിൽ ഒരു ഉന്നതിയും വരാത്തത് അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള സ്ഥിതിയിൽ സ്ഥിരത്വം എന്നുള്ള ആ ഒരു ദിവ്യത്വം അവന് സമ്പാദിക്കാൻ പറ്റാത്ത എന്തുകൊണ്ട്? അവനിൽ ത്രികരണ ശുദ്ധി ഇല്ലാത്തത് കൊണ്ട്, സത്യസന്ധത ലോപിച്ചത് കൊണ്ട്, അധർമ്മം ഉള്ളത് കൊണ്ട്, ഹിംസയുള്ളത് കൊണ്ട്, അസത്യമുള്ളത് കൊണ്ട്. അപ്പൊ മന്ത്രത്തിന് ശക്തിയുണ്ട്. മന്ത്രിക്കുന്നവനിൽ, മന്ത്രം ജപിക്കുന്നവനിൽ ശുദ്ധിയില്ലെങ്കിൽ ആ മന്ത്രത്തിന് ശക്തിയില്ല.